യോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. നമ്മളിവിടെ വന്നിട്ടുള്ളത് ഈ വീക്കിൽ യൂറോ യു എസ് ഡിയിലും അതുപോലെ GBP USD ഓരോ ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ ആയിട്ടാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് യൂറോ USD ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ യൂറോ USD നമ്മൾ ജസ്റ്റ് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഓൾറെഡി ഒരു ടെസ്റ്റ് ചെയ്യാത്ത സോണിൻ്റെ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് വന്ന സമയത്ത് ഇവിടെ നമുക്കൊരു FVG, ഒരു ഡെയിലി FVG മാർക്കറ്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ ഒരു ഏരിയ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി മാർക്കറ്റ് എന്ത് ചെയ്യണേ, ഈ ഒരു പ്രീവിയസ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത സമയത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് മേ ബി ഈ ഒരു സപ്ലൈ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു FVG വരെ വരാമെന്നുള്ളത്. സോ റീസെൻ്റ്ലി ഇപ്പോൾ മാർക്കറ്റ് അങ്ങോട്ടേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് സംവെയർ ഇവിടുന്ന് ഒരു കൺഫർമേഷൻ കിട്ടിയ ശേഷം ഇവിടെ നമുക്ക് ഒരു ലോങ് സെറ്റപ്പ് ഇന്നലെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സെഷൻ ലൈക്ക് ആ ഒരു ട്രേഡിംഗ് സെഷൻ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് 1 hour ടൈം ഫ്രെയിമിലെ ഒരു പ്രൈസ് ആക്ഷൻ ആയിരുന്നു. ഓക്കെ, സോ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും മാർക്കറ്റ് ആ ഒരു FVG ഹോൾഡ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലിയർ ആയിട്ടുള്ള ബുള്ളി സ്ട്രക്ചേഴ്സ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമ്മൾ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മേലോട്ടേക്കുള്ള ആ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, മിറ്റിഗേഷൻ നടന്നു, അടുത്തൊരു ഹയർ പ്രൈസ് റേഞ്ചിലേക്ക് മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇന്നലെ ഈ ഒരു ലെവലിൽ നിന്നായിരുന്നു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ അതിന്റെ സ്പെസിഫിക് റീസൺ എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യാൻ കാരണമായിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക്, ഒരു 1 hour ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് ഇവിടെ മെഡിഗേറ്റ് ചെയ്യാതെ ലെഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ കാണാൻ കഴിയും മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് സ്ട്രക്ചർ മാർക്ക് ചെയ്യാം. മാർക്കറ്റ് ഹയർ ഹൈ ഹയർ ലോ, മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു നമുക്ക്. ഓക്കെ, സോ ഈ ഒരു ഷിഫ്റ്റ് തന്ന സമയത്ത് ഈ ഒരു മൂവ്മെന്റം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മേജർ മൂവ്മെന്റ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്യാൻഡിൽ നിന്നാണ്. സോ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ലിക്വിഡിറ്റി എടുത്തു, അതുപോലെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, മേജർ സ്ട്രക്ചേഴ്സ് ഇവിടെ റീസെന്റ് ഉണ്ടായിരുന്ന സ്ട്രക്ചേഴ്സ് എല്ലാം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ മാർക്കറ്റ് എന്ത് ചെയ്തില്ല, ആ ഒരു ഡിമാൻഡ് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അതിന്റെ തൊട്ടടുത്ത് മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റും മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ആ ഒരു ഏരിയനെ വീണ്ടും മാർക്കറ്റ് ലിക്വിഡിറ്റി ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കാണാൻ കഴിയും ഒരുപാട് ലിക്വിഡിറ്റി വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി നമുക്കറിയാം ഇത്തരത്തിലൊരു ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റോട് കൂടിയിട്ടുള്ള സോൺസ് പവർഫുൾ ആയിട്ട് റിയാക്ട് ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ നമുക്കിവിടെ കാണാൻ പറ്റും, ജസ്റ്റ് ഒന്ന് റിപ്ലൈ നോക്കാം ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു ഫോർമേഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു മാർക്കറ്റ് ഇവിടെ ജസ്റ്റ് കാണാൻ കഴിയും പ്രീവിയസ്ലി ഉണ്ടായിരുന്ന സ്ട്രക്ചർ മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്തു, അതിന്റെ തൊട്ടടുത്ത് മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു ടെസ്റ്റ് ചെയ്യാത്ത ഓർഡർ ബ്ലോക്ക് ലെഫ്റ്റ് ചെയ്തു. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും അതിന്റെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു സ്ലൈറ്റ് ഇംബാലൻസും കൂടെ ഉണ്ട്. ഓക്കെ, സോ എന്തുകൊണ്ടും നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ആണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, കാണിച്ചു തന്നിട്ടുള്ളത്. സോ ലെറ്റ് സി മാർക്കറ്റ് എങ്ങനെയാണ് അവിടെ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഓക്കെ, സോ ഇതായിരുന്നു ട്രേഡ് ഐഡിയ. സോ റീസെന്റ് ഹൈസ് നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. അൾട്ടിമേറ്റ്ലി മാർക്കറ്റ് എന്തായാലും ഈ ഒരു സപ്ലൈ ആയിരിക്കും മാർക്കറ്റ് എന്ത് ചെയ്യാൻ ടെസ്റ്റ് ചെയ്യാൻ പോവുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഐ ആയിരുന്നു ടാർഗറ്റ്. ഓക്കെ, സോ നമുക്ക് മാർക്കറ്റ് എന്ത് ചെയ്തു, ഈസി ആയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഫസ്റ്റ് ടാപ്പോട് കൂടിയിട്ട് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടുന്ന് മൂവ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക മാർക്കറ്റ് ഫസ്റ്റ് നമുക്കൊരു ഡെയിലി FVG മാർക്കറ്റ് എന്ത് ചെയ്തു, റെസ്പെക്ട് ചെയ്തു. അതായിരുന്നു നമ്മൾ ഒരു കൺഫ്ലുവൻസ് എന്ന് പറയും, മേജർ കൺഫ്ലുവൻസ് ഹയർ ടൈം ഫ്രെയിമിന്റെ ഒരു സപ്പോർട്ട്. ഓക്കെ, അതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, നമുക്ക് പ്രോപ്പർ ആയിട്ട് പ്രൈസ് ആക്ഷനിൽ ഒരു ഷിഫ്റ്റ് തന്നു. കണ്ടില്ലേ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇതുവരെ മാർക്കറ്റ് താഴോട്ടേക്കായിരുന്നു മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്, മാർക്കറ്റ് എന്ത് ചെയ്തു, ക്ലിയർ ആയിട്ട് ഡയറക്ഷൻ നമുക്ക് മേലോട്ടേക്ക് കണ്ടു. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂലി ഫോം ചെയ്യുന്ന ഡിമാൻഡ്സ് നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാ ഡിമാൻഡ്സും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഹയർ പ്രോബബിലിറ്റി ലൈക്ക് നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു ഡിമാൻഡ് ഫോം ചെയ്ത സമയത്ത് ലിക്വിഡിറ്റി ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. മേജർ സ്ട്രക്ചേഴ്സ് ഒരുപാട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സോണിന്റെ തൊട്ടടുത്ത് ഇംബാലൻസ് ലെഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ടെസ്റ്റ് ചെയ്യാത്ത ഓർഡർ ബ്ലോക്ക് ഉണ്ട്. എന്തുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഈ ഒരു ട്രേഡ് ഇവിടുന്ന് എടുക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂറോന്റെ ട്രേഡിന്റെ ലോജിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ വെരി സിമിലർ ഒരു സെറ്റപ്പ് തന്നെ ആയിരുന്നു നമുക്ക്
GBP USD ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ജിയിലേക്ക് പോവാം. ഓക്കെ, സോ ജി നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്തും മാർക്കറ്റ് ഒരു ഡെയിലി FVG മാർക്കറ്റ് റിയാക്ട് ചെയ്തു. റിയാക്ട് ചെയ്തതിനു ശേഷം നമുക്കിവിടെ കാണാൻ കഴിയും മാർക്കറ്റ് ഈ ഒരു സ്ട്രക്ചർ 4 hour ബ്രേക്ക് ചെയ്യാൻ കാരണമായിട്ടുള്ള ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഓർഡർ ബ്ലോക്ക് ലെവലാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, റെസ്പെക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് പ്രൈസ് ആക്ഷൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്കൊരു ലോ ടൈം ഫ്രെയിമിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ കാണാൻ പറ്റും മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ഏരിയ റിയാക്ട് ചെയ്തതിനു ശേഷം പ്രൈസ് ഹയർ പ്രൈസിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ ഒരു ഹൈ മാർക്കറ്റ് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ പ്രീവിയസ്ലി മാർക്കറ്റ് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു ഓർഡർ ബ്ലോക്ക് ഈ ഒരു ഏരിയ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് ഇവിടെ ലെഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ ലോ ടൈം ഫ്രെയിമിലേക്ക് വീണ്ടും വരുന്ന സമയത്ത് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഈ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തില്ല. സിമിലർ ആയിട്ട് തന്നെ നമ്മൾ യൂറോയിൽ കണ്ട ആ ഒരു സിമിലർ തന്നെ ആയിരുന്നു, പക്ഷെ അതിൽ 1 hour ആയിരുന്നു. ഇത് ജസ്റ്റ് എന്ത് ചെയ്തു, ലോ ടൈം ഫ്രെയിമിലേക്ക് വന്ന സമയത്ത് 30 മിനിറ്റിലാണ് ആ ഒരു ഏരിയ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ മാർക്കറ്റ് എന്ത് ചെയ്തു, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ഇവിടെ കാണാൻ പറ്റും നമ്മളെ ആ ഒരു ഫോർവേഡ് ഡിമാൻഡിൽ മാർക്കറ്റ് വന്നതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. അതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, മേജർ ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു. ഓക്കെ, സോ നമുക്കിവിടെ കാണാൻ പറ്റും ആ ഒരു സോണിന്റെ തൊട്ടടുത്ത് ഇവിടെ കാണാൻ പറ്റും ഒരു ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ്. ഓക്കെ, സോ നമ്മളെ മേജർ കോൺഫ്ലുവൻസ് എന്ന് പറയുന്നത് ഈ ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ് തന്നെ ആയിരുന്നു. ഓക്കെ, സോ ഈ ഒരു ട്രേഡ് ആയിരുന്നു നമ്മൾ ജിയുല് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഫ്രം ഹിയർ. ഓക്കെ, സോ നമ്മളെ ടാർഗറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈ, അൾട്ടിമേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹൈ വരെ ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നോക്കാം ഈസി ആയിട്ട് ആ ഒരു ലെവൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്തിട്ട്. സോ സിംപ്ലി നമുക്ക് ഇവിടെ രണ്ട് ട്രേഡിൽ നമ്മൾ ഫോക്കസ് ചെയ്ത സെയിം തിങ് ആണ്, മേജർ ആയിട്ടുള്ള ഒരു കൺഫ്ലുവൻസ് ഏരിയ നമുക്ക് യൂറോയിൽ ഒരു FVG ലെവലായിരുന്നു. ഓക്കെ, പക്ഷെങ്കിൽ ജിയുവിന്റെ കേസിലേക്ക് വന്ന സമയത്ത് നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് ഒരു 4 hour ഡിമാൻഡ് ആയിരുന്നു നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അവിടെ നിന്ന് എന്ത് ചെയ്തു, മാർക്കറ്റ് നമുക്ക് പ്രൈസ് റിയാക്ട് ചെയ്തു. റിയാക്ട് ചെയ്ത സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്. ഈ ഒരു ലിക്വിഡിറ്റി എന്ത് ചെയ്തു, മാർക്കറ്റ് സ്വീപ്പ് ചെയ്തതിനു ശേഷമാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, മേജർ ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തത്. ഓക്കെ, ബ്രേക്ക് ചെയ്ത സമയത്ത് അതിന്റെ തൊട്ടടുത്ത് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, വീണ്ടും വന്നു, സോൺ ടെസ്റ്റ് ചെയ്തില്ല, വീണ്ടും എന്ത് ചെയ്തു, മേലോട്ടേക്ക് മൂവ് ചെയ്തു. ഓക്കെ, സോ ഈ ഒരു സോൺ ഇവിടെ ടെസ്റ്റ് ചെയ്യാതെ ഉണ്ടായിരുന്നു. സോ മാർക്കറ്റ് എന്ത് ചെയ്തു, തിരിച്ചു വന്ന സമയത്ത് ആ ഒരു സോൺ റിയാക്ട് ചെയ്തു, മേലോട്ടേക്ക് ഹയർ പ്രൈസിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ജിയുലുള്ള ട്രേഡ്. ഓക്കെ, സോ ഈ ഒരു രണ്ട് കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും അതുപോലെ കൂടുതൽ കാര്യങ്ങൾ അറിയാനും താല്പര്യമുള്ളവർ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടീം നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യും. ഓക്കെ, സോ എല്ലാവരും സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.